കിലിയൻ എംബാപ്പെ ഇതുവരെ റയൽ മാഡ്രിഡിൽ മികച്ച നിലവാരത്തിൽ എത്തിയിട്ടില്ല. അദ്ദേഹത്തിന് റയലുമായിട്ട് പൊരുത്തപ്പെടാൻ കുറച്ച് സമയം കൊടുക്കണം. കാർലോസ് എൻചെലോട്ടി ഒരു പെനാൽറ്റി നഷ്ടപ്പെടുത്തിയതിൻ്റെ പേരിൽ ഒരാളുടെ പ്രകടനത്തെ ഞാൻ വിലയിരുത്തുകയില്ല. കാർലോസ് എൻചെലോട്ടി ഏതായാലും കുറച്ച് എന്താ പറയുക, ഒരു മോശമായിട്ടുള്ള ചെറിയ സിറ്റുവേഷന് കൂടിയാണ് റയൽ മാഡ്രിഡ് ഇപ്പോൾ കടന്നു പോകുന്നത്. അതിലൊരു 50% ആളുകൾ കുറ്റപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ റയൽ മാഡ്രിഡ് ഫാൻസ് കുറ്റപ്പെടുത്തുന്നത് സൂപ്പർ താരം കിലിയൻ എംബാപ്പയെ തന്നെയാണ്. കാരണം അദ്ദേഹം വന്നതിന് ശേഷം മാഡ്രിഡ് കുറച്ച് പിറകോട്ടാണ് പോകുന്നത് എന്നുള്ള അഭിപ്രായക്കാരാണ് ഭൂരിപക്ഷം, അല്ലേ? കാരണം നിരന്തരമായിട്ടുള്ള തോൽവി, അവസാനമായിട്ട് കളിച്ച 7 മത്സരങ്ങളിൽ 4 മത്സരവും തോറ്റു. അങ്ങനെ കുറച്ച് മോശം സിറ്റുവേഷനിലാണ് മാഡ്രിഡിലെ മുൻനിര താരം. സൂപ്പർ താരം വിനീഷ്യസ് ജൂനിയർ പരിക്ക് മൂലം പുറത്താണ്. ഏതായാലും അടുത്ത മത്സരങ്ങളിലൊക്കെ അദ്ദേഹം ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. എങ്കിലും പരിക്ക് മൂലം അദ്ദേഹത്തിന് ഇപ്പോൾ കളിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കിലിയൻ എംബാപ്പയാണ് ടീമിൻ്റെ മുന്നേറ്റ നിരയിലെ പ്രധാന താരം. ഈ കഴിഞ്ഞ മത്സരത്തിൽ അത്ലറ്റിക്കുമായിട്ട് 2-1 തോൽവിയാണ് റയൽ ഏറ്റുവാങ്ങിയത്. ഈ ഒരു മത്സരത്തിൽ കിലിയൻ എംബാപ്പയ്ക്ക് കിട്ടിയ ഒരു പെനാൽറ്റി അദ്ദേഹം നഷ്ടപ്പെടുത്തിയിരുന്നു. ഓൾറെഡി അദ്ദേഹം റയൽ മാഡ്രിഡിന് വേണ്ടി കളിക്കുന്നില്ല. അദ്ദേഹം വന്നതുകൊണ്ട് റയൽ ആകെ താഴോട്ട് പോയി എന്നുള്ള ചർച്ചകൾ, ചാമ്പ്യൻസ് ലീഗിലാണെങ്കിലും ലാ ലീഗയിലാണെങ്കിലൊക്കെ റയൽ താഴോട്ട് പോകുന്നു എന്നുള്ള ചർച്ചകളുണ്ട്. ഫാൻസിൻ്റെ ഇടയിലൊക്കെ ഒരുപാട് ഫാൻസ് അദ്ദേഹത്തിനെതിരെ ഓൾറെഡി തിരിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജേഴ്സി കത്തിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ അവിടെ എടുക്കാൻ നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിലാണ് ഒരു പെനാൽറ്റി കിട്ടിയപ്പോഴും, നിർണായക പെനാൽറ്റി കിട്ടിയപ്പോൾ അദ്ദേഹം നഷ്ടപ്പെടുത്തിയത്. ഏതായാലും അദ്ദേഹത്തിന് മികച്ച ഒരു സമയമല്ല, റയൽ മാഡ്രിഡ് മികച്ച ഒരു സമയത്തല്ല അദ്ദേഹം റയലിലെത്തിയത്. അല്ലെങ്കിൽ റയലിന് വന്നതിന് ശേഷം അദ്ദേഹത്തിന് മികച്ച ഒരു സമയം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അവസാനമായിട്ട് അദ്ദേഹം ഈ ഒരു മത്സരത്തിൽ തോറ്റപ്പോൾ അദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ആരാണ് എന്ന് കാണിച്ചു കൊടുക്കാനുള്ള സമയമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈ ഒരു മത്സരത്തിൽ തോറ്റപ്പോൾ. അതായത് അദ്ദേഹത്തിന് ഒരു സമയം വരാനുണ്ട് എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ഞാൻ ആരാണെന്ന് തെളിയിക്കാനുള്ള ഒരു സമയമാണ്, അല്ലെങ്കിൽ സമയങ്ങളാണ് ഈ കഴിഞ്ഞു പോകുന്നത് കിലിയൻ എംബാപ്പെ പറഞ്ഞതാണ്. ഏതായാലും റയലിലെത്തി, ചാമ്പ്യൻസ് ലീഗ് നേടണം എന്നുള്ള മോഹം കൊണ്ട് റയലിലെത്തി. അതുപോലെ ബാലൻഡിയോർ നേടണം എന്ന മോഹവുമായിട്ട് ഫ്രഞ്ച് ടീമുമായിട്ട് ചെറിയ ഉടക്കിലാണ് എന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം ബാലൻഡിയോർ നേടാൻ വേണ്ടിയിട്ട് ഫ്രാൻസിന് വേണ്ടിയിട്ട് നിർണായക മത്സരങ്ങൾ മാത്രമേ കളിക്കുള്ളൂ എന്നുള്ളൊരു പ്രസ്താവന ഉണ്ടായിട്ടുണ്ട് മുന്നേ. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഓൾറെഡി വേറെ നടക്കുന്നുണ്ട്. അതുപോലെ പീഡന കേസ് അതിൻ്റെ ഇടയിൽ വന്നു. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ വേറെ പുറത്ത് നടക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഇടയിൽ ഇപ്പോൾ റയലിൽ സ്ഥിരതയാർന്ന ഫോമില്ലായ്മ, അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിലെ മികച്ച ഒരു താരത്തിൽ നിന്ന് അദ്ദേഹം ഒരു മികച്ച ക്ലബിൽ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു നിലവാരം കാണിക്കാൻ കഴിയാത്തൊരവസ്ഥ ഒക്കെ പാടൊരുമിച്ച് കൂടി നിൽക്കുന്ന ഒരു സമയമാണ്. ഏതായാലും അദ്ദേഹത്തിന് ഒരു ആത്മവിശ്വാസമുണ്ട്. ഫാൻസൊക്കെ കാത്തിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഒരു സമയം വരാൻ. അദ്ദേഹം പറഞ്ഞ മാതിരി ഞാൻ ആരാണ് എന്ന് തെളിയിക്കാനുള്ളൊരു സമയമാണ് ഇത് എന്ന് അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം ആരാണ് എന്ന് അദ്ദേഹം കാണിച്ചു തരും. അതുവരെ നമുക്കൊന്ന് കാത്തിരിക്കാം, അല്ലേ?